ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനപ്പം ഇന്ന് എൻ്റെ മേക്കപ്പൊക്കെ ഇട്ട് വെക്കുന്ന ഡ്രോവർ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കുറേ ദിവസമായിട്ട് അലമ്പായിട്ടായിരുന്നു കിടക്കുന്നത്. ആൻഡ് ഇപ്പം രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോഴാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചത്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു മൂഡ് വന്നത്. ആൻഡ് ഇതിൽ എല്ലാ സാധനവും ഞാൻ യൂസ് ചെയ്യുന്നതല്ല, വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ബാക്കി ഇതിൽ കുറച്ച് ഐറ്റംസാണ് റെഗുലർലി യൂസ് ചെയ്യുന്നതുള്ളൂ. ആൻഡ് എൻ്റെ കയ്യിൽ ഇതൊന്നും ഇട്ട് വെക്കാനുള്ള ഓർഗനൈസറോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഈ അടുക്കളയിലുള്ള ഈ ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ഇട്ട് വെക്കുന്ന ട്രൈയും ആൻഡ് ഒരു കാർഡ്ബോർഡ് ബോക്സും, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലോഡഡ് ഫ്രൈസൊക്കെ പാർസലാകുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നറിൽ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. അത് പക്ഷേ എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. ലൈക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പം തന്നെയാണ്. അപ്പം ഇതൊക്കെ ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ പൊടി ഉണ്ടായിരുന്നു. സോ ഞാൻ കരുതി ഓക്കെ ഇതൊക്കെ ഒന്ന് ഒരു എന്തെങ്കിലും ക്ലീനർ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ട് വെക്കാമെന്ന്. അങ്ങനെ വെച്ചാൽ തന്നെ നല്ല നീറ്റായിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിലുള്ള എല്ലാ സാധനവും ഞാൻ ഒഴിവാക്കി സൊല്യൂഷൻ ഇട്ട് തുടച്ച് വൃത്തിയാക്കി. ആൻഡ് ഇത് പുറത്തേക്ക് എടുത്ത് വെച്ച് കൊട്ടാൻ പറ്റിയില്ലല്ലോ ഡ്രോ ഒന്നും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് സ്പ്രേ ചെയ്തു. പക്ഷെ കുറച്ച് വെള്ളം കൂടിപ്പോയി. ആക്ച്വലി അത്ര വെള്ളമൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ എന്ത് പണി ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കണം. അപ്പം കോമൺ ആയിട്ട് പണ്ടൊക്കെ മ്യൂസിക്സ് ആയിരുന്നു ഇടാറ്. പക്ഷെ ഇപ്പോൾ അത് മടുത്ത്. ഇപ്പം ഞാൻ ഉപ്പും മുളകും അങ്ങനത്തെ ഓരോരോ ഷോർട്ടായിട്ടുള്ള സീരീസ് പോലത്തെ അങ്ങനത്തെ ഓരോന്നൊക്കെ വെച്ചിട്ടാണ് പണിയെടുക്കാറ്. ആക്ച്വലി ഞാനതിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്നാലും എനിക്കെന്താണ് ബോറടിക്കാണ്ട് പണിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ആൻഡ് ഇതിലേക്ക് ആ ട്രേ ഒക്കെ നന്നായിട്ട് തുടച്ചിട്ട് വെച്ചു. ഇതൊരു കാർഡ്ബോർഡ് ബോക്സാണ്, സാരി ബോക്സ് ഇല്ലേ, അങ്ങനെ എന്തോ ആണ്. അതിലേക്കാണ് ഞാൻ ഈ കണ്ടെയ്നേഴ്സ് വെക്കുന്നത്. ലോഡഡ് ഫ്രൈസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നർ അതെന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്തതാണ്. പിന്നെ ഇത് സെക്ഷനാക്കി ഓരോ സാധനം ഇടാൻ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. പക്ഷേ ഇതിൽ 2 കണ്ടെയ്നർ കുറച്ച് വലുതും ഒരു കണ്ടെയ്നർ ചെറുതുമാണ്. അപ്പം അതെവിടെ വെക്കണമെന്ന് ആലോചിച്ചപ്പം ഞാൻ ഈ ഒരു വലിയ ട്രെയിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. അപ്പം അതിലേക്ക് ബാക്കി സാധനം ഇടാനാണ് കരുതിയത്. ഇതിൽ ഓരോന്നിലും ഞാൻ ഓരോ പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ആൻഡ് ലിപ്സ്റ്റിക്കൊക്കെ ഈ ട്രെയിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. എല്ലാ ലിപ്സ്റ്റിക്സും ഈ ട്രെയിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ലിപ്സ്റ്റിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ഒരു സൈഡ് ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ലൈനറാണ് വെക്കാൻ വിചാരിച്ചത്. ഈ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ തുടച്ച് വെച്ചാണ്. എല്ലാം ചിലതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് സ്റ്റെയിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്യാപ്പിട്ടാക്കിയിട്ടാണ് വെക്കുന്നത്. ആൻഡ് ഇപ്പോഴത്തെ പോർഷനിൽ ഞാൻ അധികം യൂസ് ചെയ്ത സാധനങ്ങൾ ലൈക്ക് സ്ട്രോക്ക് ക്രീം, പ്രൈമർ, ഫൗണ്ടേഷൻസ്, ഹൈലൈറ്റർ അങ്ങനത്തെയൊക്കെ വെച്ചു. അതൊന്നും നമ്മൾ എന്നും യൂസ് ചെയ്യില്ലല്ലോ ലിപ്സ്റ്റിക്ക് പോലെയൊന്നും. ആൻഡ് ഇതിലെ നെക്സ്റ്റ് പോർഷനിൽ ഞാൻ ഐ മേക്കപ്പിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മസ്കാര, ഐലൈനർ, കാജൽ ഇതൊക്കെ അതിൽ ഞാൻ സെറ്റാക്കി വെച്ചു. എനിക്ക് കുറേ ഐലൈനർ ഉണ്ട്, പക്ഷേ ഇതൊന്നും ഞാനധികം യൂസേ ചെയ്യാറില്ല. കളയാനും തോന്നുന്നില്ല. അപ്പം അതങ്ങനെ വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അപ്പുറത്തെ പോർഷനിൽ ഞാൻ ഇതുപോലെ ലിപ് ബാം, ഫോക്സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ചെറിയ ബോഡി ലോഷൻ്റെ സാമ്പിൾ അതൊക്കെ വെച്ചു. പിന്നെ അത് ബേക്കിൽ വെക്കണ്ട വിചാരിച്ച് ലാസ്റ്റ് ഞാനെല്ലാം ഫ്രണ്ടിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ ഈ കോംസ് എല്ലാ കോംസും സൈഡിലുള്ള ചെറിയ ഗ്യാപ്പിലിട്ട് വെച്ചു. ബാഗിലിടുന്ന ചെറിയ കോമ്പും എല്ലാ കോമ്പും ഞാൻ അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം ഓൾമോസ്റ്റ് ഇതെല്ലാം നീറ്റായിട്ടുണ്ട്. ഓക്കെ, ഇത് നീറ്റായി ടേബിളിൻ്റെ മേലെ നോക്കിയപ്പം അതിൻ്റെ മേലെ അതിലും മിസ്സായിട്ട് കിടക്കുന്നുണ്ട് ഇതിലെടുത്ത സാധനങ്ങൾ ഫുള്ള്. അപ്പോൾ കോർണറൊക്കെ തുടച്ചു. ആ ചെറിയ ക്ലിപ്സൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സ് അങ്ങോട്ടേക്ക് നീക്കി വെച്ചു. ആൻഡ് ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നും അതിൻ്റെതായ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ റൂമിൽ നിന്ന് മിസ്സായ കീ ആൻഡ് എല്ലാം ഈ ഡ്രോവറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് തന്നെ വെച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലീനിങ് ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ.